നമസ്കാരം. ഇസ്രയേലുമായി എപ്പോഴും സംഘർഷഭരിതമായ അതിർത്തി പങ്കിടുന്ന ലെബനനിലെ ശക്തമായ ഷിയ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയുടെ രഹസ്യമായ തിരിച്ചുവരവിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഗസയിലെ യുദ്ധത്തിന് സമാന്തരമായി ലെബനൻ അതിർത്തിയിലും ഇസ്രയേൽ ചെറുതെങ്കിലും ഹിസ്ബുള്ളയുമായി സ്ഥിരമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ അതിശക്തമായ നീക്കം നടന്നത്. ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലുകളിൽ ശക്തി ക്ഷയിച്ച ഹിസ്ബുള്ളയെ പുനർനിർമ്മിക്കാൻ ഇറാൻ അതിശക്തമായി സഹായിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ബാലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സിറിയ വഴിയോ മറ്റു രഹസ്യമാർഗങ്ങളിലൂടെയോ ഹിസ്ബുള്ളയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് സൂചന. ഇറാന്റെ രഹസ്യ സഹായത്താൽ ഹിസ്ബുള്ളയുടെ ആയുധപ്പുര അതിവേഗം നിറയുമ്പോൾ ലെബനീസ് അതിർത്തിയിൽ ഇസ്രയേൽ പ്രതിരോധം ഘടിപ്പിക്കുകയാണ്. ഈ നിശബ്ദമായ ഒരുക്കങ്ങൾ ഒരു ആയുധ മത്സരം എന്നതിലുപരി ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ആയി മാറിയിരിക്കുന്നു. ഇറാൻ അതിർത്തി കടന്ന് കരയും കടലും ആകാശവും ഒക്കെ താണ്ടി ഹിസ്ബുള്ളയ്ക്ക് ആയുധം എത്തിക്കുന്നത് ഒരു വെറും സഹായമല്ല, അതൊരു തന്ത്രപരമായ നിക്ഷേപമാണ്. ഇസ്രയേലിന്റെ ശ്രദ്ധ ഗാസയിൽ നിന്ന് മാറ്റി രാജ്യത്തിന്റെ വടക്കൻ മേഖലയെ സ്ഥിരമായി ഭീഷണിയിൽ നിർത്താനുള്ള ഇറാന്റെ ഒരു ശ്രമം. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനിടയിൽ മേഖലയുടെ സമാധാനം പൂർണ്ണമായും തകർന്നേക്കാം. ഈ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം. എന്നാൽ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സൈനിക സാന്നിധ്യം പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നത് ഇസ്രയേലിന്റെയും. ഇന്ന് ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലെ ഓരോ നിമിഷവും നിർണായകമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ നേരത്തെ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധസജ്ജരായി നിൽക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. ഒരു വശത്ത് ഇറാന്റെ പിന്തുണയോടെ ശക്തിപ്പെടുന്ന ഹിസ്ബുള്ള, മറുവശത്ത് പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുന്ന നെതന്യാഹു. ഒരു വലിയ പൊട്ടിത്തെറിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇന്ന് പശ്ചിമേഷ്യയിലുണ്ട്. ഹിസ്ബുള്ളയുടെ ഈ തിരിച്ചുവരവ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്ഷമയുടെ അങ്ങേയറ്റത്തെത്തിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഈ വളർച്ചയെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേൽ സൈന്യം. ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിക്കും മുൻപേ വടക്കൻ അതിർത്തിയിൽ പുതിയൊരു പോരാട്ടം തുടങ്ങാൻ അദ്ദേഹം തയ്യാറായേക്കും. ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന വ്യക്തമാണ്. ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ഒരു മിസൈൽ അയച്ചാൽ അവരുടെ ലെബനനിലെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടും. ലെബനന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കും. രഹസ്യമായി നിർമ്മിക്കപ്പെട്ട ഈ ആയുധപ്പാലം ഇല്ലാതാക്കാൻ ഇസ്രയേൽ നടത്തുന്ന അടുത്ത നീക്കം ഈ മേഖലയെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഒരു ട്രിഗർ ആയേക്കാം. ഗസയിലെ യുദ്ധം വഴിമാറുന്നതോടെ ലോകശ്രദ്ധ പൂർണ്ണമായും വടക്കൻ അതിർത്തിയിലേക്ക് തിരിയും. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൈകളിലാണ്. ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ, അതോ ലെബനനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പൂർണ്ണമായ സൈനിക നടപടിക്ക് മുതിരുമോ?